നാം പലപ്പോഴും പല ആവശ്യങ്ങൾക്കായി പല ദേശങ്ങളിൽ സഞ്ചരിക്കാറുണ്ട്. ചിലർ വ്യാവസായിക ആവശ്യങ്ങൾക്കായി, ചിലർ അവധി ആഘോഷിക്കുന്നതിനായി, ചിലർ ഉന്നത വിദ്യാഭ്യാസത്തിനായും, മറ്റ് ചിലർ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണുവാനും യാത്ര പോകാറുണ്ട്. ഒരിടത്തും നമുക്ക് സൗജന്യമായി യാത്ര ചെയ്യുവാൻ സാധിക്കില്ല. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് ആവശ്യമാണ്. ടിക്കറ്റ് ഇല്ലാതെ ബസ്സിലോ ട്രെയിനിലോ ഫ്ലൈറ്റിലോ യാത്ര ചെയ്യുവാൻ അനുവദിക്കാറില്ല. എന്തിനേറെ പറയുന്നു, ടിക്കറ്റ് ഇല്ലാതെ പാർക്കുകളിൽ ഒരു റൈഡിന് പോലും നമ്മെ അനുവദിക്കില്ല. നാം തിരഞ്ഞെടുക്കുന്ന ഗതാഗത രീതി അനുസരിച്ചായിരിക്കും നമ്മുടെ ടിക്കറ്റിൻ്റെ വിലയും. എന്നാൽ ഒരു യാത്രയ്ക്ക് മാത്രം കാശോ പണമോ ആവശ്യമില്ല. അത് ഏത് സ്ഥലത്തേക്കാണെന്നും അവിടേക്ക് യാത്ര ചെയ്യുവാൻ ആവശ്യമായ ടിക്കറ്റ് ലഭിക്കാൻ നാം എന്ത് ചെയ്യണമെന്നും നമുക്ക് ഈ സ്കിറ്റിലൂടെ മനസ്സിലാക്കാം. Dear passengers, flying to heaven, this is the final call. We are issuing tickets for those who are eligible, free of cost. Hurry up and grab this opportunity, as the offer is limited. ബ്രദർ, ടിക്കറ്റ് മേടിക്കാൻ വന്നതാണോ? നിങ്ങൾക്കൊക്കെ ഇവിടെ ടിക്കറ്റ് കിട്ടുമോ? ഫ്രീ ടിക്കറ്റ് അല്ലേ, നമുക്ക് നോക്കാം. The ticket counter is now open. പ്രൈസ് ദി ലോർഡ് സിസ്റ്റർ. Praise the Lord. നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരു ഹല്ലേലൂയ പറയാം. ഞാനൊരു സൺഡേ സ്കൂൾ ടീച്ചറാണ്. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന എല്ലാവരേക്കാളും അറിവുള്ളത് എനിക്കാണ്. Wow! ഞാൻ അനേകം കുട്ടികളെയും ട്രെയിൻ ചെയ്തിട്ടുണ്ട്. Aha. ഇവിടെ ഫ്രീ ടിക്കറ്റ് കൊടുക്കുന്നുണ്ട് എന്ന് കേട്ടു. അതെ. ഞാൻ ഒരുപാട് കാലമായി സൺഡേ സ്കൂളിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പേര് ലിസ്റ്റിൽ ആദ്യം തന്നെ ഉണ്ടാവണം. പ്ലീസ് അത് നോക്കി എനിക്ക് ടിക്കറ്റ് വേഗം തരൂ. തീർച്ചയായും. നിങ്ങളുടെ പേര് ഈ ലിസ്റ്റിലില്ല. വാട്ട്? എൻ്റെ പേര് ഈ ലിസ്റ്റിൽ ഇല്ലേ? ഞാനൊരു സൺഡേ സ്കൂൾ ടീച്ചറാണ്. എൻ്റെ പേര് ഈ ലിസ്റ്റിൽ ഉണ്ടായേ പറ്റൂ. ഒന്നുകൂടെ ശരിക്കും നോക്കൂ. നിങ്ങളുടെ പേര് ഈ ലിസ്റ്റിലില്ല. സോറി. എന്നാലും എൻ്റെ പേര് എങ്ങനെ വരാതിരിക്കും? ഞാൻ പറയാം. നിങ്ങൾ ദൈവവചനം പഠിപ്പിച്ചു എങ്കിലും ഒരിക്കലും അതനുസരിച്ച് ജീവിച്ചിട്ടില്ല. അതെങ്ങനെ? മത്തായി 7:21 പറയാമോ? എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്നായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. എക്സാക്ട്ലി. നിങ്ങളുടെ ജീവിതം ഒരിക്കലും മറ്റുള്ളവർക്കൊരു മാതൃകയായിരുന്നില്ല. ഇപ്പൊ തന്നെ മാനസാന്തരപ്പെടുക. നിങ്ങളുടെ പേര് ഇവിടെയില്ല. നിങ്ങൾക്ക് പോകാം. നെക്സ്റ്റ്. എൻ്റെ പേര് സൂസൻ. ഞാനൊരു ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവളാണ്. ഗ്രേറ്റ് ടു ഹിയർ ദാറ്റ്. എൻ്റെ പേരൻസ് ക്രിസ്ത്യൻസ് ആയിരുന്നു. എൻ്റെ ഗ്രാൻഡ് പേരൻസ് ക്രിസ്ത്യൻസ് ആയിരുന്നു. എൻ്റെ ഗ്രേറ്റ് 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 ഗ്രാൻഡ് പേരൻസും. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് മനസ്സിലായല്ലോ? യെസ് മനസ്സിലായി. ഞാനൊരു വിശ്വസ്ത വിശ്വാസിയാണ്. ഞാൻ വിശ്വസ്തയോടെ ദശാംശം കൊടുക്കാറുണ്ട്. എല്ലാ യോഗങ്ങളും മുടങ്ങാതെ കൂടാറുണ്ട്. നിങ്ങൾക്കറിയോ, ഞാൻ എല്ലാ ദിവസവും വിശ്വസ്തയോടെ 5 മിനിറ്റ് ബൈബിൾ വായനയും പ്രാർത്ഥനയും ചെയ്യാറുണ്ട്. 5 minutes എല്ലാ ദിവസവും? അതെ. അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുന്ന ആരെക്കാളും യോഗ്യത എനിക്കുണ്ട്. എൻ്റെ ടിക്കറ്റ് വേഗം എടുക്ക്. ഓക്കെ സിസ്റ്റർ, ഞാൻ ലിസ്റ്റിൽ നോക്കട്ടെ. സോറി സിസ്റ്റർ, നിങ്ങളുടെ പേര് ഈ ലിസ്റ്റിലില്ല. ഞാനോ? വൈ? ഒരിക്കൽ കൂടെ സൂക്ഷിച്ചു നോക്കൂ. സോറി സിസ്റ്റർ, നിങ്ങളുടെ പേര് ഇവിടെയില്ല. നിങ്ങൾ നിങ്ങളുടെ പാപം ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചിട്ടില്ല. ഒരു ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്നത് കൊണ്ടോ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച് എന്ന് വെച്ച് സ്വർഗത്തിലോട്ട് പോകാൻ പറ്റില്ല. 2 തെസ്സലോനിക്കർ 2:13 പറയുന്നു, ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തത് കൊണ്ട് എന്ന് എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നിങ്ങളെ തന്നെ താഴ്ത്തി കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഈ ലിസ്റ്റിൽ നിങ്ങളുടെ പേരില്ല. നിങ്ങൾക്ക് പോകാം. നെക്സ്റ്റ്. ഹായ്,
പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്തുണ്ട് വിശേഷം? കൃപയാൽ സന്തോഷമായിരിക്കുന്നു. ഞാനൊരു മ്യൂസീഷ്യനാണ്. ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഞാൻ വായിക്കാറുണ്ട്. വാവ്, നിങ്ങൾ നല്ല ടാലന്റഡ് വ്യക്തിയാണല്ലോ. അതെ, തീർച്ചയായും. നമ്മുടെ ചർച്ചിൽ ഞാനില്ലാതെ അവർ പാട്ട് പാടാറില്ല. ഞാൻ എത്ര നന്നായിട്ട് വായിക്കുമോ അത്രയ്ക്കും ജനങ്ങൾ ആത്മാവിൽ നിറയും. ഞാൻ ഗിറ്റാർ വായിച്ചില്ലേൽ അന്നവിടെ ആത്മാവ് വ്യാപരിക്കില്ല. അമേസിംഗ്. ഒരു സഭയെ മുഴുവൻ ആത്മാവിലാക്കുന്നത് എൻ്റെ ഈ കൈകളാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ ആരെക്കാളും എന്തുകൊണ്ടും യോഗ്യത എനിക്ക് മാത്രമാണ്. അതുകൊണ്ട് എൻ്റെ ടിക്കറ്റിങ് എടുക്ക്. ഓക്കെ, വെയിറ്റ് ചെയ്യൂ, ഞാൻ ലിസ്റ്റ് നോക്കട്ടെ. സോറി, നിങ്ങളുടെ പേര് ഇവിടെ ഇല്ല. 2 ആഴ്ച മുന്നേ ഞാനൊരു പാട്ട് കമ്പോസ് ചെയ്തിരുന്നു. ട്യൂൺ മറന്നുപോയി. പക്ഷേ ആ പാട്ട് ഭയങ്കര വൈറലായിരുന്നു. ഒരു ആഴ്ചയിൽ 1 മില്യൺ വ്യൂസ് കിട്ടിയിരുന്നു. പ്ലീസ് ഒന്നുകൂടി ചെക്ക് ചെയ്യൂ. ക്ഷമിക്കണം, നിങ്ങളുടെ പേര് ഇവിടെ ഇല്ല. നോക്കൂ, ഒരു പക്ഷേ നിങ്ങൾ നല്ല ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം. പക്ഷേ യാക്കോബ് 4:6 പറയുന്നു, എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു. അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മാനസാന്തരപ്പെടുക, നിങ്ങൾക്ക് പോകാം. നിങ്ങളുടെ പേര് ഇവിടെ ഇല്ല. അങ്ങനെ ശരിക്കും എഴുതിയിട്ടുണ്ടോ? പ്ലീസ് പ്ലീസ് ഒരിക്കൽ കൂടി ചെക്ക് ചെയ്യൂ. പറഞ്ഞത് കേട്ടില്ലേ? ഒന്ന് പോകൂ. നെക്സ്റ്റ്. പ്രൈസ് ദി ലോർഡ് സിസ്റ്റർ. പ്രൈസ് ദി ലോർഡ് സിസ്റ്റർ. ഞാനൊരു പ്രാർത്ഥനാ വീരയാണ്. എൻ്റെ പ്രാർത്ഥന ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കാറുണ്ട്. ഞാൻ കൃത്യമായിട്ട് ഉപവസിക്കാറുണ്ട്. അവിടെ ഇരിക്കുന്ന ആൻഡ്രിയയെ കണ്ടോ? ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവൾക്ക് നല്ലൊരു ജോലി കൊടുത്തു. ആഹാ. അവിടെ ഇരിക്കുന്ന അങ്കിളിനെ കണ്ടോ? ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് അവർക്ക് നല്ല വീട് കൊടുത്തു. അവിടെ ഇരിക്കുന്ന ആ പെൺകുട്ടിയെ കണ്ടോ? ഓക്കെ, കണ്ടു. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് അവൾക്ക് നല്ലൊരു വിവാഹ ജീവിതം കൊടുത്തു. ഓക്കെ. ഇപ്പോൾ കണ്ടോ? ഈ ടിക്കറ്റ് കിട്ടുവാൻ എന്തുകൊണ്ടും യോഗ്യത എനിക്ക് മാത്രമാണുള്ളത്. അതുകൊണ്ട് എൻ്റെ ടിക്കറ്റ് തരൂ. ശരി, ഞാൻ ലിസ്റ്റ് നോക്കട്ടെ. ഇന്ന് വരെയും എൻ്റെ ഒരു പ്രാർത്ഥനയും ദൈവം കേൾക്കാതിരുന്നിട്ടില്ല. സോറി സിസ്റ്റർ, നിങ്ങളുടെ പേര് ഇവിടെ ഇല്ല. എന്താ? ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? നന്നായിട്ട് നോക്കൂ. നിങ്ങളുടെ പേര് ഇവിടെ ഇല്ല. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? നിങ്ങൾക്ക് ആത്മീക അഹങ്കാരമാണ്. മത്തായി 5:20 പറയുന്നു, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് മാനസാന്തരപ്പെടുക. നിങ്ങളുടെ പേരിവിടെ ഇല്ല. നിങ്ങൾക്ക് പോകാം. നെക്സ്റ്റ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇവിടെ ഒരു ചാരിറ്റി നടത്തുന്നുണ്ട്. എൻ്റെ പൈസ എല്ലാം ഞാൻ പാവങ്ങളെ സഹായിക്കാൻ ഉപയോഗിക്കാറുണ്ട്. എൻ്റെ വരുമാനത്തിൻ്റെ നല്ല പങ്ക് ദൈവസഭയിൽ ഞാൻ ചെലവാക്കാറുണ്ട്. വാവ്, എത്ര വിശാല മനസ്സുള്ള ആളാണ് താങ്കൾ. താങ്ക് യു. അതുകൊണ്ടാണ് ദൈവം എന്നെ ഒത്തിരി അനുഗ്രഹിച്ച് ഒരുപാട് പൈസ തന്നിട്ടുള്ളത്. ഇവിടെ ഉള്ളവരെക്കാളും അധികം പൈസ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടിക്കറ്റ് കിട്ടാൻ എനിക്കാണ് കൂടുതൽ യോഗ്യത. ടിക്കറ്റ് എടുക്ക്. എനിക്ക് പോയിട്ട് വേറെയും പണിയുള്ളതാ. ഓക്കെ, ഞാൻ ലിസ്റ്റ് നോക്കട്ടെ. സോറി ബ്രദർ, നിങ്ങളുടെ പേര് ഇവിടെ ഇല്ല. വാട്ട് ആർ യു സേയിങ്? നന്നായിട്ട് നോക്കിയോ? ദാ എൻ്റെ വില കൂടിയ ഗ്ലാസ് ഇട്ട് നോക്കുന്നേ. സോറി ബ്രദർ, എങ്ങനെ നോക്കിയാലും നിങ്ങളുടെ പേര് ഇവിടെ ഇല്ല. ഞങ്ങളുടെ അനാലിസിസ് അനുസരിച്ച് നിങ്ങൾ പള്ളിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്തത് നിങ്ങൾക്ക് പേരുണ്ടാക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അഹങ്കാരമായിരുന്നു. ദൈവം നിങ്ങൾക്ക് തന്നതിലൊന്നും നിങ്ങൾ നന്ദി പറഞ്ഞിട്ടില്ല. നിങ്ങൾ മാനസാന്തരപ്പെടുക. മർക്കോസ് 10:25 പ്രകാരം ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നത് എളുപ്പം. പറയുന്നതിൽ വിഷമമുണ്ട്. നിങ്ങളുടെ പേര് ഇവിടെ ഇല്ല. നിങ്ങൾക്ക് പോകാം. നെക്സ്റ്റ്. ഞാനൊരു പ്രവാചകനാണ്. ചർച്ചിൽ ഏകദേശം എല്ലാ ദിവസവും ഞാൻ പ്രവചിക്കാറുണ്ട്. എൻ്റെ ശക്തമേറിയ പ്രവചനം കാരണം സഭയിൽ ആത്മാവിൻ്റെ വലിയൊരു വ്യാപാരം നമ്മൾ അനുഭവിക്കാറുണ്ട്. നിങ്ങൾക്കറിയാമോ, ഞാൻ പ്രവചിക്കുമ്പോൾ നമ്മുടെ ബിൽഡിംഗ് വരെ കുലുങ്ങും. വാവ്,
വിശ്വാസികളിൽ ഞാനാണ് ആദ്യം പ്രവചിക്കുന്നത്. എനിക്ക് ദൈവവുമായി ഡയറക്റ്റ് ബന്ധമുണ്ട്. അതുകൊണ്ട് ഈ ടിക്കറ്റ് എനിക്ക് അവകാശപ്പെട്ടതാണ്. അതിങ്ങെടുക്കൂ. സോറി ബ്രദർ, നിങ്ങളുടെ പേര് ഈ ലിസ്റ്റിലില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. സോറി. 1 കൊരിന്ത്യർ 13:1-2 പറയുന്നു, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴുങ്ങുന്ന ചെമ്പോ ചിലുമ്പുന്ന കൈത്താളമോ അത്രേ. പ്രവചനവരം ഉണ്ടായിട്ടും സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. നിങ്ങൾക്ക് പ്രവചനവരം ഉണ്ടെന്ന് വെച്ച് നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ ഉള്ള യോഗ്യത ഉണ്ടെന്ന് വരുന്നില്ല. സ്വയം താഴ്ത്തി മാനസാന്തരപ്പെട്ടാലേ സ്വർഗത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് പോകാം. നെക്സ്റ്റ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഗോസ്പൽ രാജു. എൻ്റെ സംസാരിക്കാനുള്ള കഴിവ് ഉപയോഗിച്ച് ഞാൻ ഒരുപാട് ആൾക്കാരെ ആകർഷിച്ചിട്ടുണ്ട്. എൻ്റെ പ്രസംഗം മുഖാന്തരം ആയിരങ്ങൾ മാനസാന്തരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ടിക്കറ്റ് എൻ്റെ അവകാശമാണ്. അതിങ്ങെടുത്തേക്കൂ. സോറി, നിങ്ങളുടെ പേര് ഇവിടെ ഇല്ല. സി, നിങ്ങൾക്ക് ദൈവം താലന്തുകൾ തന്നത് ദൈവരാജ്യം പണിയുവാൻ വേണ്ടിയാണ്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ഉപയോഗിച്ചു. അതുമാത്രമല്ല, ആ ആത്മാക്കളെ നിങ്ങൾ അല്ല നേടിയത്, അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ആകയാൽ മാനസാന്തരപ്പെടുക. നിങ്ങളുടെ പേര് ഇവിടെ ഇല്ല. നിങ്ങൾക്ക് പോകാം. നെക്സ്റ്റ്. പ്രൈസ് ദി ലോർഡ് സിസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ഈ ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടോ എന്ന് നോക്കാമോ? ഷുവർ. കൺഗ്രാറ്റുലേഷൻസ് ബ്രദർ, നിങ്ങളുടെ പേര് ഈ ലിസ്റ്റിലുണ്ട്. നിങ്ങൾ ദൈവവചനം അനുസരിച്ച് ദൈവഹിതപ്രകാരം ജീവിച്ചു. നിങ്ങൾ താഴ്മയുള്ളവനായി നിങ്ങളുടെ ജീവിതം വിശുദ്ധിയിൽ കാത്തു. നിങ്ങൾക്ക് കടന്നു വന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവിനോട് ചേർന്ന് ഉല്ലസിക്കാം. വരൂ, ഇതാ നിങ്ങളുടെ ടിക്കറ്റ്. താങ്ക് യു സോ മച്ച് സിസ്റ്റർ. The counter is now closed. അയ്യോ, കൗണ്ടർ ക്ലോസ് ആയോ? സിസ്റ്റർ പ്ലീസ്, എനിക്ക് ഒരു ടിക്കറ്റ്. ഇല്ല, സോറി, the time is over. ഈ ഫോൺ കാരണം എൻ്റെ ലൈഫും പോയി, ടിക്കറ്റും പോയി. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. വെളിപ്പാട് 20:15. അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. മത്തായി 4:17. ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ മാനസാന്തരപ്പെട്ട് ക്രിസ്തു യേശുവിലുള്ള പാപക്ഷമ പ്രാപിക്കണം. അതുമാത്രമല്ല, നാം ആത്മാവാലും വെള്ളത്താലും സ്നാനപ്പെട്ട് ദൈവവചനപ്രകാരം അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മയിൽ തുടരണം. പ്രാർത്ഥിക്കുന്നതും ഉപവസിക്കുന്നതും നന്മ ചെയ്യുന്നതും വചനം ഘോഷിക്കുന്നതും ഒക്കെ നല്ലതാണ്. പക്ഷേ ഇതിലും എത്രയോ വലുതാണ് മാനസാന്തരം. മാനസാന്തരപ്പെട്ട് ആത്മീകമായി വളർന്ന് കർത്താവിൻ്റെ വരവിനായി ഒരുക്കപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.